ഹലോ, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഒരു ഈവനിങ് ആയിട്ടോ. എനിക്ക് സത്യത്തിൽ ചായയും ഇങ്ങനെ ഇതില്ലേ എണ്ണക്കടികൾ അങ്ങനത്തെ ഒക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയാവുന്നുണ്ട്. കുറച്ച് സമയം കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോൾ എണീറ്റപ്പോൾ ഇങ്ങനെ നല്ലൊരു ചായയും ബജ്ജിയൊക്കെ കഴിക്കാൻ തോന്നുന്നു. അപ്പം ഏട്ടൻ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനോടൊന്ന് ചോദിച്ചോ പുറത്ത് കൊണ്ടുപോകുമോ എന്നുള്ളത്. ചിലപ്പോൾ വീഡിയോ എടുക്കുന്നതായിട്ട് സമ്മതിക്കായിരിക്കും. നമുക്കൊന്ന് ചോദിച്ച് നോക്കാം എന്തായാലും പുറത്ത് പോയിട്ട്. ഏട്ടാ ഇങ്ങോട്ട് വാ. പറിച്ചതേ പറിക്കുന്ന പഴുത്താ ഈ മരത്തിന്റെ മോള് ആദ്യമായിട്ട് ഉണ്ടായതാ കേട്ടോ. മരമില്ല, ചെടീന്റെ മോള്. ഇതിനുള്ളപ്പോ അതോട്ടെ ഞാൻ കഴിക്കട്ടെ. അയ്യോ, ഞാൻ വന്ന കാര്യം മറന്നുപോയി. ചുരത്തിന്റെ ഉള്ളിൽ ചായ പിടിക്കാൻ പോവാ. എപ്പോഴും പോകുന്നില്ലല്ലോ. വേണ്ട, എന്താ എനിക്ക് വേണ്ട കഴിക്കാൻ? ചായ. ഞാൻ ചായ ഉണ്ടാക്കിയ രസം ഉണ്ടാവില്ല. ചായ ഉണ്ടാക്കിത്തരാം. ഇത് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ചായ. പിന്നെ ബജ്ജി എന്തെങ്കിലും. എന്നാ പിന്നെ ഞാൻ സാധനം വാങ്ങി തരാം. ഹോട്ടലിൽ പോയിട്ടോ? അല്ല, കടയിൽ പോയിട്ട്. ഇവിടുന്ന് ഉണ്ടാക്കാനോ? ഞാൻ ഉണ്ടാക്കണോ? ഞാൻ പറഞ്ഞു നീ ഉണ്ടാക്കൂലേ? ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ വേണ്ടല്ലേ? എനിക്ക് ബജ്ജി വേണ്ട. അങ്ങനെ പറയുന്നത് പറഞ്ഞ് ഒരു 5 തരം ബജ്ജി ഉണ്ടാക്കാൻ മതി. 5 തരം മുട്ട ബജ്ജി മതി. മുട്ട ബജ്ജി പല ബജ്ജികളുടെ വക നമ്മാക്കാം. ഉണ്ടാക്കണേ. അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല. ഏട്ടൻ പോയിട്ട് എന്താ വാങ്ങണ്ടെന്നറിയാം? കടലമാവ് വാങ്ങിട്ട് വന്നായി. ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ബജ്ജിന്റെ ഐറ്റംസ് ആക്കാം മൊത്തം. ബജ്ജി കാണുന്നേരത്തെ പോവാം. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നീ ഉണ്ടാക്കി ഞാൻ തിന്നോളാം. എന്തായാലും പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടിട്ടല്ലേ. സാറില്ല. ഇതേ എന്റെ പഴം കേടായി പോയേ. ഇത് ഇപ്പം നമ്മള് ബജ്ജി ഉണ്ടാക്കല്ലേ, പിന്നെ തിന്നാൻ സമയമില്ല. അതുകൊണ്ട് ഇത് നാളെ. കേടായതല്ല, പഴത്തിന് തൊലി കറുത്തു പോവാ. കറുത്തു പോയതാ. അപ്പൊ ഇതേ മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ നെയ്യിലിട്ടിട്ട് ആട്ടി. അപ്പൊ നമ്മള് കോഴിമുട്ട ഇതിനകത്ത് വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 3 എണ്ണം എടുത്തിട്ടുണ്ട്. മുട്ട ബജ്ജി ചിലപ്പോ അച്ഛന് കഴിക്കും. അതുകൊണ്ട് 3 മുട്ട ബജ്ജി. 3 എണ്ണം അല്ലല്ലോ, 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വേറെ ഉള്ളത് അച്ഛനൊക്കെ പറയുന്നത് ആപ്പിൾ കൊണ്ട് ബജ്ജി ഉണ്ടാക്കുന്നൊക്കെ. ആപ്പിള് പോക്കാനാണോന്ന് അറിയില്ല. അപ്പൊ ഒരു കഷ്ണം എടുത്ത കേട്ടോ ആപ്പിള്. പിന്നെ ഉരുളക്കിഴങ്ങ്, സവാള, ഇതൊക്കെ കുറച്ചുണ്ടാക്കിയാൽ മതിയേ. ഞാൻ കഴിക്കില്ല. പിന്നെ മുളക് ബജ്ജി ഇല്ലല്ലോ. മുളകില്ല. മറ്റേ മുളക് നല്ല വേണോ? വേണ്ട. നമുക്ക് മുട്ട വേവിക്കാൻ വെച്ചാൽ ഇനി മസാല ഇത് ഉണ്ടാക്കാം. അതിന്റെ ഇതില്ലേ, മാവില്ലേ, മാവ് ഉണ്ടാക്കാം. നമ്മളെ എന്താ പറയാ, ഇങ്ങനെയുള്ള മാവ് ഒന്ന് ഇത് ചെയ്തെടുക്കാം. മാവിന്റെ റെസിപ്പി ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കൂലേ? പെരുന്നാളായിട്ട് പെരുന്നാളായിട്ട് കടയൊക്കെ കുറവായിരിക്കും അല്ലേ? ഇന്ന് പോയിണ്ടെങ്കിൽ ഒന്നും തുറക്കൂലായിരുന്നു. നമ്മൾ പെരുന്നാളിൻ്റെതാ. എന്തായാലും പേര് ബജ്ജി. പലതരം ബജ്ജിയില്ലേ. അപ്പൊ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. മാവ് റെഡി ആയിട്ടുണ്ട്. അമ്മ ഉരുളക്കിഴങ്ങ് ചെത്തി തരുന്നുണ്ട്. ഉരുളക്കിഴങ്ങിന്റെ ബജ്ജി അല്ലേ? പിന്നെ ആപ്പിളിന്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ബജ്ജി. ഇത് ആപ്പിൾ വെച്ചു ചെറുതോ നീ? അമ്മ ഒരു കഷ്ണം മുളക് ഇരുന്നിട്ട് മുളക് മുറിച്ച് കത്തി ചെയ്ത് തോന്നുന്നു. വരും അല്ലേ? അമ്മ ആപ്പിൾ കേട്ടോ. അമ്മ തിന്നാത്തുണ്ടാ പോലെ. ഇതേ അച്ഛനോട് പിന്നെ അച്ഛനെ ചായ കുടിക്കാൻ വിളിക്കും. അച്ഛാ
ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ മോളിലായിരുന്നു? ആ പക്ഷെ ഇഞ്ചിയും മഞ്ഞളും നടുകയാണ്. ഇഞ്ചിയും മഞ്ഞളും നടുക. ബാക്കിയില്ലേ അപ്പോൾ ഇതാണ്ട് അച്ഛനും കൂടെ വരും. വേണ്ടായിരുന്നു സത്യത്തില്. ആവുന്നില്ല. ഇത് സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ്, ആപ്പിള്, ഉള്ളി, ഇനി മുട്ടയുടെ തൊലി പൊളിക്കാനുണ്ട്. ഭയങ്കര സുഖം. എടി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉണ്ടാക്കി തരാൻ ഒരാള് വേണം. ഉണ്ടാക്കി തരാൻ ഞാൻ ഉണ്ടാക്കാനും. പിന്നെ ഇനി അറ്റൻഡ് ചെയ്തോളാന്ന് പറഞ്ഞിട്ടല്ലോ എല്ലാം ഉണ്ടാക്കും. ഉപ്പിട്ടാ മതി തിളപ്പിക്കുമ്പോ. എന്നാ ഞാൻ പൊളിഞ്ഞു വരും. ഞാൻ പൊളിച്ചിരണോ? വേണ്ട, അവിടെ നിൽക്കാം. വേണോ? എനിക്ക് വേണ്ട. ഇനി നിനക്ക് വേറെ വന്നാ എനിക്കൊന്നും വേണ്ടേ. അയ്യോ, ഉണ്ടാക്കി ആരാ മൊത്തം കഴിക്കുക? കളയണ്ടല്ലോ വെച്ചിട്ട് ഞാൻ കഴിക്കുന്നല്ലേ. എന്റെ പൊളിഞ്ഞു വരുന്നേ ആ ഊര് അങ്ങനെയാ. ഇനി ഉണ്ടാക്കി കഴിച്ചാണ് ഞാന് ഒരു സൈഡായിട്ട്. ഇതൊന്ന് പൊളിക്ക്. അപ്പോ സഹായക അർത്ഥമായിട്ട് സച്ചിനയുടെ മുട്ട പൊളിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് തല ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നിന്നിട്ടാന്ന് തോന്നുന്നു. സച്ചിൻ കുക്കിംഗ് ചെയ്താൽ മതി. നമ്മൾ വീഡിയോ കുറച്ച് എടുക്കുമ്പോഴത്തേ ഞാൻ സൈഡായി. എനിക്ക് തല ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ ചെയ്യുന്ന സച്ചിനായിട്ടാണ് കേട്ടോ. ദേഷ്യത്തിലാണ് ചെയ്യുന്നത്. നോക്കി വെക്കാം. ദേഷ്യം നമുക്ക് ഒന്ന് കണ്ടേ. ഇവിടെ ഓയിൽ ഇല്ല, അതുകൊണ്ട് ഇതെടുത്തോ, വെളിച്ചെണ്ണ എടുത്തോ. കാണിച്ചാണ് അത് തികയൂല കേട്ടോ. അമ്മ കാണണ്ടാവും. ഉള്ള വെളിച്ചെണ്ണ മൊത്തം എടുത്തിട്ട് കുറച്ചെടുത്താ മതി. പറയ് ഷെഫ്, പറയ് എന്താ ചെയ്യുന്നേ? കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നു. ഇത് മുങ്ങാനുള്ളണ്ടോ മുട്ടയൊക്കെ? കുറച്ച് ആ മതി മതി മതി. മുട്ടയാണ് ഇരുമ്പാണ്. കോളായി. എന്റെ സച്ചിനോട് ഞാൻ കട്ടിയ. അങ്ങനെ കുക്കിങ്ങിൽ നിന്ന് ഞാൻ രാജിവെച്ചിരിക്കുന്നു. കോഴിമുട്ട മുറിച്ചത് ഇത് പോരാനാണ് പറയുന്നത്. നടുക്കിൽ മുറിക്കുന്നവർ അത് മുറിച്ചു. ഇങ്ങനെയാണ് മുട്ട മുറിക്കുക, അല്ലാണ്ട് മലപ്പിടുത്തം പിടിച്ചിട്ടല്ല മുട്ട മുറിക്കുക. കോഴിമുട്ട സോപ്പാന്റെ നോക്കിയോ. അത് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടല്ലേ, എനിക്കറിയാം നല്ലോണം മുറിക്കാൻ. കാണട്ടെ. അപ്പൊ അതിനും വിജയിച്ചു. എല്ലാം റെഡി ആയിട്ടോ, എല്ലാ സാധനങ്ങളും. ഓക്കെ, പൊരിച്ചെടുത്താൽ മതി. ഉരുളക്കിഴങ്ങ് ബജി ഉണ്ടാക്കാം. തീരെ നോക്കട്ടെ. ഉരുളക്കിഴങ്ങിന്റെ ബജ്ജി വിജയിച്ചിരിക്കുന്നു. വിജയിച്ചിരിക്കുന്നല്ല, ഇട്ടിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ഉരുളക്കിഴങ്ങ് ബജി ആട്ടോ. ഇത് നോക്ക്, വെന്തിട്ടുണ്ടാവില്ല ചിലപ്പോ. പക്ഷെ നല്ല ഇതായിണ്ട്, ഷേപ്പ് ഉണ്ടല്ലേ. ചൂട് ചൂട്. ബജ്ജി നോക്കി. ഇത്തിരി വേഗമല്ലേ? പറഞ്ഞു അമ്മയ്ക്കൂലോ. നല്ല അടിപൊളിയുണ്ട്, വേഗമുണ്ട്. ആ പറഞ്ഞത് മതി. ഇനി അടുത്ത മുട്ട വെച്ച് ഉണ്ടാക്കാം. ഇങ്ങനെ ഐഡിയ ചെയ്യും. മുട്ട ബജ്ജിയും ഇതൊക്കെ ചെയ്യാം. അത് അവിടെ നോട്ടെ, ലാസ്റ്റ് ഇടാം. മുട്ട ബജ്ജി ഇടാൻ പോകട്ടോ. ഒന്നുകൂടി ഓരോന്നല്ലേ ആവൂലേ? ഇത് ഓരോന്ന് എപ്പോഴാകുന്നത്?
പറഞ്ഞോണ്ടാണേ. ആ ആയിക്കോട്ടെ, ഇനി അതിനൊരു സ്വൈര്യം കൊടുക്കും. മുട്ട ബജ്ജി 2 ഇത് നല്ല രസമുണ്ടല്ലേ മസാല. പൂരി ആരാണ് മസാല ഉണ്ടാക്കിയത്? ഞാൻ. ബജ്ജി മൊത്തമായി കഴിഞ്ഞിട്ട് ഞാൻ ആപ്പിൾ ബജ്ജി ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അതെ, എനിക്കറിയാം ആപ്പിൾ ബജ്ജി ഉണ്ട്. ഇതൊക്കെ വെറും പരീക്ഷണം സച്ചിനായിട്ട്. അല്ലല്ല, ആപ്പിൾ ബജ്ജി ഉണ്ട്. പിന്നെ എനിക്ക് ആപ്പിൾ ഇഷ്ടമായോണ്ട് ബജ്ജിയൊക്കെ കഴിക്കാം. ആപ്പിൾ അത്ര ഇഷ്ടമല്ല. എനിക്ക് വലിയ ഇഷ്ടമല്ല. മുട്ട ബജ്ജി ഒന്നും ചെയ്യും. മുട്ട ബജ്ജി ഇളക്കാം. അമ്മ കാത്ത അടിയായി ഇവിടെ. എന്നാ പകുതി ഇരിക്കാം. ചായക്ക് വെള്ളം ഒഴിക്കണോ? പാല് ഒഴിക്കണേ? ചായ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. ഞാൻ ചായ ഉണ്ടാക്കട്ടോ. അപ്പൊ ആപ്പിൾ ബജ്ജി ആയില്ല കേട്ടോ. ഉള്ളു എന്തോ അറിയില്ല, എന്താ ആപ്പിൾ ബജ്ജി ആയില്ല. പാല് തിളക്കുന്നേ, ചായ ഉണ്ടാവില്ലേ? പൊടിയിട്. ആര് പൊടിയിട്? ചായ ഇല്ല. നാളത്തെ പൊടി ഞാൻ ഉണ്ടാക്കണേ. ഇപ്പൊ കൂടല്ലേ കേട്ടോ. ഉള്ളി ബജ്ജി റെഡിയാട്ടോ. അപ്പൊ എന്താ പറയാ, ഒന്നും റെഡി ആയിട്ടുണ്ട്. ചായ ആയി. ചായ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കണം. പിന്നെ ബജ്ജികളെല്ലാം ആയി. അച്ഛന് കൊണ്ടു കൊടുക്കാട്ടോ. അപ്പൊ നമ്മുടെ ബജ്ജിയും കൂട്ടിയിട്ട് ചായ. ആഗ്രഹം പറഞ്ഞ ഗർഭിണി ഇവിടെ ഇരിക്കുമ്പോ നാണല്ലേ സച്ചിനേട്ട? ഇങ്ങനെ കഴിക്കട്ടെ. മുട്ട ബജ്ജി ഇങ്ങോട്ട് കാണിക്കേ. മുട്ട ബജ്ജി, ആപ്പിൾ ബജ്ജി. പക്ഷെ ആപ്പിൾ ബജ്ജി നല്ല രസം കിട്ടും, ഇങ്ങനെ കഴിച്ചോക്കെ. ഇത് സവോള ബജ്ജി, ഇത് ഉരുളക്കിഴങ്ങ് ബജ്ജി. അപ്പൊ ഇത് ചായ കുടിച്ചു. അപ്പൊ എന്നാ ഇത് കഴിക്കല്ലേ, മുട്ട ബജ്ജി കഴിക്കല്ലേ? പറഞ്ഞാലോചിക്കണം. മുട്ട ബജ്ജിയാണ്. എന്താ ഇത്രയും ടേസ്റ്റ് ഉണ്ട്. സംഭവം നല്ല രസമുണ്ട്, അടിപൊളിയാണ്. ഇതിപ്പോ എനക്കുണ്ടാവില്ല എനിക്ക് തോന്നുന്നു. ആദ്യം ചായ അടിപൊളിയാ. പിന്നെ മുട്ട ബജ്ജി. എടുത്ത് കടിക്കടി. മുട്ട ബജ്ജിയെ മുട്ട ബജ്ജി അടിപൊളിയാ അല്ലേ? അപ്പൊ അതൊക്കെ ഞാനെല്ലാം ടേസ്റ്റ് ചെയ്താ. അപ്പൊ പറഞ്ഞത് കഴിക്കാൻ വേണ്ടിയല്ലേ? അല്ലല്ല, അതുകൊണ്ടല്ലേ. അല്ല, ഇപ്പൊ എനിക്ക് വയനാട്ടിൽ പോയി കഴിക്കേണ്ട പൂതി മാറിയില്ലേ? നീ അവിടെ വെക്കുന്നിട്ട് ഓരോന്നോരോന്ന് ആക്കുന്നാല് ഇതൊക്കെ എന്ന് കഴിച്ച് ചെയ്യാനത്. ഇനി അടുത്തത് ആപ്പിൾ ബജ്ജി. ആ കഴിച്ചോക്ക് എങ്ങനെയുണ്ട്. ആപ്പിൾ ബജ്ജി നല്ല രസമുണ്ട്. അതാൻ പറഞ്ഞോടെ പറഞ്ഞല്ലേ, ബാക്കി ആപ്പിളോട് പൊരിക്കുന്നു. ഇപ്പോഴാ ഞാൻ പറഞ്ഞല്ലേ അടിപൊളി കേട്ടോ. നമ്മളെ പഴംപൊരി ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ്. അതന്നെ. ഉള്ളി ബജ്ജി തിന്നു നോക്കുന്ന സുധീന്. എനിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ്. ഉള്ളി ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. എനിക്കിഷ്ടല്ല. കഴിച്ചു നോക്കില്ലല്ലോ എന്നിട്ടല്ലോ പറഞ്ഞു. ആപ്പിൾ ബജ്ജിയുടെ ടേസ്റ്റ് അങ്ങ് പോകും. ഉള്ളി വടേന്റെ ടേസ്റ്റ് അതാണ് പറഞ്ഞത്. എല്ലാം ടേസ്റ്റ് ഉണ്ട്. ഇനി അടുത്തതേ ഉരുളക്കിഴങ്ങ് നേരത്തെ വെന്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ എണ്ണയിട്ട് പൊരിച്ചിട്ട് മസാല ഇട്ടോ. ഇതടിപൊളി കേട്ടോ. അപ്പൊ ഗായ്സ് എല്ലാം ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? എല്ലാം ഇത് നിർത്തിയില്ല, ഇത് ഉള്ളോൾ തിന്നൂർക്കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യണം. ഈ ബജ്ജി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ആപ്പിൾ ബജ്ജി അടിപൊളി. നമുക്ക് ഒരു ആപ്പിൾ ബജ്ജി വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. നമുക്ക് കട്ട് ചെയ്ത് ഇത് തിന്ന് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. ഇപ്പൊ നമ്മള് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞോട്ടെ. 2 മുട്ട ബജ്ജി അച്ഛനെ വെച്ചിട്ടുണ്ട്. ബാലൻസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്ന് ഒരു ആഗ്രഹം തോന്നിയിട്ട് ചുരത്തിമ പോയി ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് 8ന്റെ പണി ഇങ്ങോട്ട് കിട്ടി.
ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും എനിക്ക് തല കറക്കം. സജ്ജനെ കുറച്ച് സഹായിച്ചു, പക്ഷെ എനിക്ക് തല കറക്കമൊക്കെ വന്നു, ഇപ്പം ക്ഷീണമായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരെ പാല് വാങ്ങാൻ അമ്മ വരുന്നുണ്ട്. പാല് മാത്രം